ലഹരിവിരുദ്ധ ബോധവൽക്കരണവും പോസ്റ്റർ പ്രകാശനവും നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേനക്കര പടപ്പനാൽ യൂണിറ്റുകൾ സംയുക്തമായാണ് ബോധവൽക്കരണം സംഘടിപ്പിച്ചത്. ലഹരിവിരുദ്ധ ക്യാമ്പയിനായ ഓപ്പറേഷൻ തൂഫാന്റെ പ്രചരണാർത്ഥം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേനക്കര യൂണിറ്റും പടപ്പനാൽ യൂണിറ്റും സംയുക്തമായാണ് ലഹരിവിരുദ്ധ ബോധവൽക്കരണവും പോസ്റ്റർ ഉദ്ഘാടനവും നടത്തിയത്. ഉദ്ഘാടനവും പോസ്റ്റർ പ്രദർശനവും മന്ത്രി ഷിബു ബേബി ജോൺ നിർവഹിച്ചു. മലയാളിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന സാമൂഹ്യ വിപത്ത് എന്ന് പറയുന്നത് മദ്യപാനമാണ്. മദ്യ ഉപഭോഗത്തിൽ പഞ്ചാബിനെ കടത്തിവെട്ടി കേരളം 1-ാം സ്ഥാനത്തെത്തി എന്ന കണക്കുകളും ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി രാസലഹരിയുടെ വ്യാപനം ഞാൻ പല ഘട്ടങ്ങളിലും നേരത്തെ തന്നെ പറഞ്ഞതാണ്. ഇതിന്റെ വ്യാപനം എത്രത്തോളം വർദ്ധിച്ചു എന്നുള്ളത് പരിശോധിക്കണമെങ്കിൽ നമ്മുടെ ദേവലക്കര ചേനക്കര മുക്കിലെ ഏതെങ്കിലും വഴിതെറ്റിപ്പോയ ഒരു ചെറുപ്പക്കാരന് യുവാവിന് വേണമെങ്കിൽ യുവാവെന്ന് മാത്രം പറയാനൊക്കത്തില്ല, യുവതികളും ഇത് ഉപയോഗിക്കും. ഏതെങ്കിലും ഒരു നമ്പർ വിളിച്ചാൽ 10 മിനിറ്റിനകം അവൻ ആവശ്യമുള്ള സാധനം, അവൻ ആഗ്രഹിക്കുന്ന സാധനം അവന്റെ കയ്യിലെത്തുന്ന ഒരു ശൃംഖല എവിടെയോ രൂപപ്പെട്ടു. അതിനെ നേരിടാൻ തന്നെയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി പ്രത്യേകമായ ഒരു പദ്ധതിയായി ഓപ്പറേഷൻ തൂഫാൻ നടപ്പിലാക്കി. വളരെയധികം പുരോഗതി കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും ഇതിനെ നേരിടുന്ന ഏറ്റവും വലിയ തടസ്സമെന്ന് പറയുന്നത് ഇതിൽ യഥാർത്ഥത്തിൽ ഇത് കൈകാര്യം ചെയ്യുന്നവർ, ഇതിന്റെ കടത്തിന് നേതൃത്വം കൊടുക്കുന്നവർ, അവർ ലോകത്തിന്റെ ഏതോ ഭാഗത്ത് നിന്നുകൊണ്ട് നിയന്ത്രിക്കുന്നതാണ്. നമ്മൾ ഇപ്പോൾ ഒരു സന്ദേശം പോയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കുറെ അധികം പേര് പ്രാദേശികമായി ഇതുമായി ബന്ധപ്പെട്ട് ഇതിലേർപ്പെട്ടിരുന്ന കുറെ അധികം പേരെ പിടിക്കാനുള്ള സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഒരു ഭയം അവർക്കുണ്ടായിട്ടുണ്ട്. ഏകോപന സമിതി ചവറ നിയോജക മണ്ഡലം കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഉദയകുമാർ അധ്യക്ഷത വഹിച്ചു. ഏകോപന സമിതി ചേനങ്കര യൂണിറ്റ് ജനറൽ സെക്രട്ടറി അൻഷാദ് സ്വാഗതം പറഞ്ഞു. തെക്കുംഭാഗം SHO ബിനുവാർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഏകോപന സമിതി സംസ്ഥാന കൌൺസിൽ അംഗം UA ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി. ഏകോപന സമിതി ചവറ നിയോജക മണ്ഡലം ട്രഷറർ ബഷീർ കുഞ്ഞ്, V അനിൽ, മേരിദാസൻ, ബഷീർ കുഞ്ഞ്, സിബു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചവറ.